ഇന്ന് നമുക്ക് നല്ലൊരു സോയാബീൻ ഫ്രൈ നോക്കിയാലോ. സോയാബീൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഇത്തിരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ പാനിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും ചേർത്ത് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് ഒരു 1.5 കഷ്ണം ഉള്ളിയും ചേർത്ത് ഉള്ളി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും ആവശ്യത്തിന് തക്കാളിയും ചേർത്തിട്ട് 4 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 4, 5 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇറച്ചി മസാല, മല്ലിയാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ അപ്പം അതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇത്തിരി വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇനിയും ഉള്ളിയും തക്കാളിയൊക്കെ വേവാണ്ടെങ്കിൽ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് ആ മസാലയ്ക്ക് ചേരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള സോയാബീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോയാബീനും നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് ഒന്ന് സിങ്കായിട്ട് വരും കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയിട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക.